ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. ക്യാരറ്റ് കേക്ക്. ഈ ഒരു ക്യാരറ്റ് കേക്കിൻ്റെ കൂടെ നമ്മൾ ഒരു 2 ചേരുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്താൽ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് അരിപ്പയിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 2 തവണ നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മിക്സിയുടെ ജാർ ഉപയോഗിച്ചും അതുപോലെ വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ടയൊന്ന് പതഞ്ഞ് വരുന്നത് വരെയാണ് ഞാനിവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് സ്കിൻ വരാത്ത രീതിയിൽ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. വൈറ്റ് സ്കിന്ന് വന്നാൽ കേക്കിന് നല്ല കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഓറഞ്ച് ജ്യൂസും ഓറഞ്ചിൻ്റെ സ്കിന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3/4 കപ്പ് അല്ലെങ്കിൽ 180 ml വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഓയിലും ചേർത്തിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഞാനിവിടെ 2 കപ്പ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് 250 ml ആണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും നമുക്കിതുപോലെ 1-2 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നട്ട്സും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ബ്ലാക്ക് റൈസിൻസും ക്യാരറ്റും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് സൈഡിലും അടിഭാഗത്തുമൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 45 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ ഒഴിച്ചിട്ടും സോസ് പാനിൽ ഒഴിച്ചിട്ടും അതുപോലെ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ചും കുക്കറിൽ ഡയറക്റ്റ് ബാറ്റർ ഒഴിച്ചിട്ടും ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസിൽ ചെയ്യുമ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 50-55 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി എയർ ബബിൾസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്ററിന് മുകളിൽ ഞാൻ കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കേക്കിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ക്യാരറ്റിൻ്റെയും അതുപോലെ ഓറഞ്ചിൻ്റെയും കൂടി ഒരു മിക്സിങ് ഫ്ലേവർ വരുന്ന ഒരു അടിപൊളി കേക്കാണിത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൂടിയുണ്ട്, മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി കിഡിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.